ഉമ്മൻചാണ്ടി സ്മൃതി ജനസമ്പർക്ക യാത്രയുടെ 5ാം ദിവസത്തെ പരിപാടികൾ AICC അംഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ജാഥ ക്യാപ്റ്റൻ അരുൺ കല്ലറയ്ക്കലിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. പിറവം നഗരസഭയിൽ വികസന മുരടിപ്പെന്നാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനസമ്പർക്ക യാത്ര നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പിറവം നഗരസഭയിലെ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജനവിരുദ്ധ ഭരണ സംവിധാനത്തിന്റെ വാഗ്ദാന ലംഘനങ്ങൾക്കും വികസന വിരുദ്ധ നയങ്ങൾക്കുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലെ 28 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ഉമ്മൻചാണ്ടി സ്മൃതി ജനസമ്പർക്ക യാത്രയുടെ 5ാം ദിവസത്തെ പരിപാടികൾ പാഴൂർ ദേവിപ്പടിയിൽ നിന്നും ആരംഭിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ അരുൺ കല്ലറയ്ക്കലിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ CPM വിശ്വാസികളോട് സ്വീകരിച്ചിരിക്കുന്ന ഇരട്ടത്താപ്പ് എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി വെളിവാകുന്ന സംഭവവികാസങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നാടിന്റെ വികസനത്തെ പുറകോട്ടടിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ നമ്മുടെ നാട് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ തൊഴിലില്ല, പഠിച്ചിട്ട് കാര്യമില്ല എന്ന നിലയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം, ആ ജനവികാരം ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് വരുന്നത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന BJPയും ശ്രീ നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനെ ഒരു നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ബീഹാർ, മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളില്, അത് തന്നെയല്ല കേരളത്തിൽ ഉൾപ്പെടെ വോട്ട് അനധികൃതമായിട്ട് വോട്ട് ചേർത്ത് അനർഹമായ വിജയം കൊയ്യുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്, ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ സഹായിക്കുവാൻ അല്പമെങ്കിലും കടപ്പെട്ടിട്ടുള്ളത് പ്രാദേശിക ഭരണ സംവിധാനമാണ്. പ്രത്യേകിച്ച് നമുക്ക് പിറവത്ത് പറഞ്ഞാൽ പിറവം മുനിസിപ്പാലിറ്റിയാണ്. പക്ഷേ കഴിഞ്ഞ 5 കൊല്ലമായി പിറവം മുനിസിപ്പാലിറ്റി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി 5 കൊല്ലം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർത്തിരിക്കുവാൻ, എടുത്തു പറയാൻ തക്കവണ്ണമുള്ള ഏതെങ്കിലും ഒരു വികസനം നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഒന്നും സാധിച്ചിട്ടില്ല. മുൻ UDFന്റെ ഭരണമുന്നണി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളല്ലാതെ പുതുതായി ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇന്നത് തുടങ്ങിയെന്ന് പറയുവാനായി കൈ ചൂണ്ടിക്കാണിക്കുവാനുള്ള ഒരു പദ്ധതിയും ഉണ്ടായില്ല എന്നുള്ളത് പിറവത്തെ ജനങ്ങളോടുള്ള ഏറ്റവും വഞ്ചനയായി കാണുകയാണ്. ഷാജു ഇലഞ്ഞിമറ്റം, ജെയ്സൺ പുളിക്കൽ, KS രാമൻ നായർ, തമ്പി പുതുവാകുന്നേൽ, വർഗീസ് തച്ചിലുകണ്ടം, വത്സല വർഗീസ്, മോളി ബെന്നി, സാജു മധുരയിൽ, കുര്യൻ പുളിക്കൽ, വിജു മൈലാടി, വർഗീസ് തൂമ്പാപ്പുറം, സ്വർണൻ താന്നിക്കൽ, ഷാജി ഓലിക്കൽ, സോജൻ തോട്ടത്തിൽ, പ്രേംസൺ പാഴൂർ, സാജു കല്ലുമാരി, ഏലിയാമ്മ രാജു, ലാലു പാഴൂർ, ജെയിംസ് മധുരയിൽ, ബാബു കൈനിയിൽ, ബേബി ഇരട്ടയാനിക്കൽ, ബെന്നി മടത്തിക്കുളങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്